യക്ഷിനെ പോലെ ഇരിക്കുക. സോറി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് തൊട്ടിട്ട് ഒരു സംഭവമാണ് പ്ലാൻ ചെയ്തത്. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം നോമ്പ് 24 തൊട്ടിട്ട് നമ്മൾ പെരുന്നാൾ വരെ എന്തൊക്കെ പ്രിപ്പറേഷൻ, അതായത് നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് റെഡി ആവും, ഗെറ്റ് റെഡി ഫോർ പെരുന്നാൾ. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ട്, നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ മുഖമൊക്കെ നല്ല ടാനൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ടാനൊക്കെ ഒന്ന് മാറി പെരുന്നാളിന് സുന്ദരികളാവാൻ വേണ്ടിയിട്ടും ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു ഫേസ് പാക്ക്, ടാനൊക്കെ മാറാനുള്ള ഒരു ഫേസ് പാക്ക്. പിന്നെ നമ്മളിപ്പോൾ വെള്ളമൊക്കെ കുടിക്കാത്തത് നമ്മൾ ചുണ്ട് ഇങ്ങനെ പീడ പൂവി പോലെ ഇങ്ങനെ വറ്റി വരൽ നിൽക്കുമല്ലോ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ലിപ് സ്ക്രബും അങ്ങനത്തെ സംഭവം, അതും അത്രേ ഉള്ളൂ. അതും ഇട്ടിട്ട് നമുക്കൊന്ന് പെരുന്നാളിന് വേണ്ടിയിട്ട് സെറ്റ് ആവും. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ സീരീസ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് പെരുന്നാളിൻ്റെ തലേന്ന് വരെ എനിക്ക് അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഓക്കെ, എന്തായാലും ഡേ 1 ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് ഒരു മിക്സി എടുക്കണം. മിക്സി എടുത്തിട്ട് പരിപ്പല്ലേ, ഇത് ഈ ചുവന്ന പരിപ്പ്, ചുവന്ന പരിപ്പ് ഞാൻ കുറച്ച് വെള്ളത്തിട്ട് വെച്ചാണ് വേഗം അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ വെള്ളത്തോട് കൂടി മിക്സിയിൽ ഇട്ട് കൊടുക്കുക. കണ്ടോ, അത് നമ്മൾ കാര്യം കണ്ടോ. സെക്കൻഡ് നമ്മൾ എടുക്കേണ്ടത് കടലപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അജ്മീട് അരിപ്പൊടി എടുക്കുന്നു. ഓക്കെ, അതൊന്ന് കുറച്ച് എടുക്കുന്നു. കുറച്ച് വന്നായി നോക്കി കുറേ ആയിപ്പോയി. നമ്മളതെന്തൊക്കെ കുറച്ച് ഒഴിവാക്കണം. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, മനസ്സിലായോ? പിന്നെ നമ്മൾ തൈര് കുറച്ചിട്ട് കൊടുക്കാം. ഇതെടുക്കുക, തൈര് കുറച്ച് ആഡ് ചെയ്തു. അതിന് ശേഷം ഫ്രഷായി വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത അലോവേര ജെല്ലല്ല, ഇത് അലോവേര. ഇനി നമ്മൾ ജെല്ല് നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അരച്ചിട്ട് വരാം. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി. അപ്പം നമുക്ക് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടി. അപ്പം നമുക്ക് കുറച്ചുകൂടെ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നല്ല ബട്ടർ സ്കോച്ച് ഐസ്ക്രീം പോലെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട്. ഇനി നമുക്ക് ഇത് മുഖത്തിടാം. ഇവിടെ നിന്നിടണം, അതുകൊണ്ടല്ലോ നമുക്ക് മറ്റൊരുത്തന്നെ പോയിടാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫേസ് പാക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ മുമ്പ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താക്കാം, ഈ തട്ടം മാറ്റിയിട്ട് ഈ സംഭവം ഇടണം. ഓക്കെ, നമുക്കിത് ഇരിടാവുന്നുണ്ടല്ലേ, എന്തൊക്കെയല്ലോ. അപ്പം എന്തായാലും നമ്മുടെ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ മെല്ലെ എടുക്കാം. പിന്നെ നമ്മൾ ബിസ്മിയൊക്കെ ചെല്ലിട്ടോളൂ കേട്ടോ. എന്തെങ്കിലും പറ്റണമെങ്കിലോ പറ്റില്ല, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇടുക. എവിടെയൊക്കെ ടെസ്റ്റ് നോക്കിയിട്ട് ചാടി കയറി ഇട്ടിട്ട് എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാനത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഓൾറെഡി ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് ഉണ്ടായ സംഭവം ആയതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് അരിപ്പൊടിയല്ല, കടലപ്പൊടിയാണ്. കടലപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താക്കി അരിപ്പൊടി ഇട്ട്, രണ്ടും പൊടിയാണല്ലോ. ഇത് കുറേ ഉണ്ട്, എനിക്ക് 4 ദിവസത്തിന് ഉപയോഗിക്കാനുള്ളത്. ആക്ച്വലി ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ എന്തായി ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫേസ്. ഇനി നമുക്കിത് ഏകദേശം ഒരു ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ സമയം കൊണ്ട് നമുക്ക് ലിപ്പിന് കൂടെ ഇട്ടാൽ നമുക്ക് സമയം ലാഭിക്കാമല്ലോ. ഓഹോ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കഴുത്തിലില്ലേ ആ കറുപ്പ് സംഭവമല്ലേ ഒക്കെ പോയിട്ടോ. മറ്റേ സംഭവം യൂസ് ചെയ്തതുകൊണ്ട് അത് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ 3 വട്ടം ഇടണം എന്നല്ലേ പറഞ്ഞേ, പക്ഷെ 2 വട്ടം ഇട്ടപ്പോൾ ഇതിന് എല്ലാം പോയി. അപ്പോൾ എന്തല്ലേ, നല്ല സംഭവമല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. കഴുത്തിൽ ഇങ്ങനെ എന്ത് ഫംഗസ് ഇൻഫെക്ഷനോ ചുണങ്ങോ അതായത് സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നല്ല മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ലിപ് സ്ക്രബ് ഉണ്ടാക്കാം. ഓക്കെ, കമോൺ. അപ്പോൾ ലിപ് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നല്ല പഞ്ചസാര എടുക്കുക.
ഒരു സ്പൂൺ, ടീസ്പൂണാണോ ടേബിൾ സ്പൂണാണോ നമുക്കറിയില്ല. അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര നല്ലോണം മൂടി വെക്കണം, ഉറുമ്പ് വരും. പിന്നെ നല്ല ശുദ്ധമായ തേൻ, ശുദ്ധമായത് വേണമെന്നില്ല, നിങ്ങൾക്ക് ശുദ്ധമല്ലാത്തത് വേണമെങ്കിൽ എടുക്കണ്ട കേട്ടോ, നല്ല എണ്ണ എടുത്തോളൂ. അതിലൊരു കുറച്ച് തേന്, കുറച്ച് മതി. ഓക്കെ, തേന് റെഡി, പഞ്ചസാര റെഡി. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. കമോൺ ഗായ്സ്, സോറി, ഞാൻ റെക്കോർഡാക്കാൻ മറന്ന്. ലിപ് സ്ക്രബൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാൻ റെക്കോർഡാക്കിയില്ല. അത് സംഭവം കണ്ടിട്ട് മനസ്സിലാവില്ല. ഞാൻ ലിപ് സ്ക്രബ് ഇട്ടിട്ട് യക്ഷിനെ പോലെ ഇരിക്കുക. ഇതെന്താ സംഭവിച്ചത്? നല്ല ചൊറിയുടെയും കിടക്കോ ഇറക്കല്ലിട്ടോ, നോമ്പാണേ. ഇത് പഞ്ചസാരയും തേനും കൂടെ എടുത്തിട്ട് നല്ലോണം ലിപ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. റമദാൻ മാസം നോമ്പാണ്, അപ്പം നോമ്പുള്ളവരൊക്കെ നോമ്പ് തുറന്നിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നോമ്പ് നോക്കിന് മുമ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇറക്കിയിട്ട് നോമ്പ് വന്നിട്ട് എന്നെ പറഞ്ഞ കാര്യമല്ല. എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, ഞാൻ ഇറക്കൂലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ട അഹങ്കാരം. അല്ലാണ്ട് എന്താ പറയുക, നല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. അപ്പം ഇങ്ങനെ ഉണ്ടാവും കാണാൻ. എന്താ അവസ്ഥ റബ്ബേ. എന്തായാലും നമുക്കിട്ട് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യാം, മിണ്ടാണ്ടി ഇരുന്നിട്ട്. അല്ലെങ്കിൽ എൻ്റെ നോമ്പൊപ്പം മുറിയും. രണ്ടും കൊളായല്ലോ. ചിലവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡോക്ടറിനെ തുപ്പിൽ വേറ്റൊറ്റ മിനിറ്റ്. ചിലവർ പറയും ഈ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ ലിപ്പ് ഡ്രൈനെസ് മാറാനും തേന രാത്രി ചുണ്ടിൽ തേച്ചിട്ട് കടുക്കുകയാണെങ്കിൽ റെഡിയാവും. എനിക്ക് തോന്നുന്ന ഉറുമ്പ് തിന്നിട്ട് റെഡിയാവും മതി. അതുപോലെയൊക്കെ ഇങ്ങനെ തേൻ്റെ കൂട്ടത്തിലേ അങ്ങനെ ഒന്നും ആരും ചെയ്യരുത് കേട്ടോ. കാരണം ഒക്കെ ഭയങ്കര അബദ്ധമായിരിക്കും. ഇപ്പം തന്നെ ഉള്ള ഉറുമ്പ് പറഞ്ഞാണ് ഇവിടെ. ഇതപ്പം ചെയ്യാം. അപ്പം ഇതാണ് സംഭവം. സ്ക്രബ് ചെയ്യുക നെയ്യിലിട്ടിട്ട്. തേന് പകരം നമുക്ക് നെയ്യോ പഞ്ചസാരയോ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാം. നെയ്യ് എനിക്കിപ്പോൾ പറ്റൂല, സ്മെല്ല് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത്. പിന്നെ വെളിച്ചെണ്ണ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യാം. വെളിച്ചെണ്ണ നല്ലതാണ്. വെളിച്ചെണ്ണ ഞാൻ പിന്നെ മാണ്ട വെച്ചിട്ട് ആണ് എടുക്കാൻ. ഇത് സ്വീറ്റാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊന്ന് ഡ്രൈ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഗായ്സ്, ഇൻസ്റ്റൻറ്റ് റിസൾട്ട്. നിങ്ങൾ വൈകുന്നല്ല, ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. പെട്ടെന്നുള്ള ചേഞ്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫുള്ളായി കണ്ടോളൂ. പിന്നെ ലാസ്റ്റായിട്ട് വീഡിയോൻ്റെ ഞാൻ എന്താ പറയുക, ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി മേക്കപ്പൊക്കെ ഇട്ടിട്ടുള്ള സംഭവം. എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ ഇതിൽ വെച്ചതാ. എന്തിൽ നമ്മൾ ട്രോളി വെച്ച് കൊണ്ടുപോയി നല്ല ലിപ്സ്റ്റിക്ക് ഒരുമാതിരി ഇങ്ങനെ കുഷ്ഠരോഗം പിടിച്ച പോലെ ആയി. എങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. എന്താല്ലേ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അവസ്ഥ. ഫാനിട്ടാൽ നല്ല സൗണ്ട് ആയിക്കും. ഇന്നത്തെ സ്കിൻ കെയർ ഇതാണ്. വിൻ്റെയിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പാക്ക് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പം നാളെ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു പാക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇന്നത്തെ ബാക്കിയുള്ള പാക്ക് നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ആൾക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ റഷിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ തീരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് റഷിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ ബ്രദറിനോ ആർക്കോ ഉമ്മക്കോ ഒപ്പക്കോ അല്ലെങ്കിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് സാധനം തീർത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പം കുറച്ചുണ്ടാക്കിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് മാത്രം സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ സ്പോർട്സിനൊക്കെ പോയ സമയത്ത് ടാനൊക്കെ ആയി കരിഞ്ഞ് ഉണങ്ങി നിൽക്കുമ്പം ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു മടുപ്പുണ്ടാവില്ല. സെയിം ഒരു സാധനം തന്നെ ഇടുമ്പോൾ ഇന്നും തന്നെയാണോ ഇവിടെ ഉള്ളത്, അങ്ങനെ സംഭവമല്ലേ, അതുണ്ടാവില്ല. നമുക്ക് എന്നും ഡെയിലി മാറ്റി ഇടുമ്പോൾ ഇന്ന് വേറെ ചെയ്യാം, ഇന്ന് വേറെ ഒരു സംഭവം, ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ഇന്ന് വേറെ പാക്കാണല്ലോ. അപ്പം നമുക്കിന്ന് വേറെ പാക്കും നാളെ വേറെ പാക്കും മറ്റന്നാൾ വേറെ പാക്കൊക്കെ ചെയ്യാം. അങ്ങനെ ഏകദേശം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്യാം. ഓക്കെ, വാഷ് ചെയ്യുമ്പം ബാത്റൂമിൽ നിന്ന് വാഷ് ചെയ്യണ്ട. അതുപോലെ നമ്മുടെ
ബേസിൽ നിന്ന് വാഷ് ചെയ്യണ്ട, കാരണം ഇത് പോയാലേ ഭയങ്കര പണിയൊക്കെ പിന്നെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. നമുക്ക് പുറത്ത് പോയിട്ട് വാഷ് ചെയ്യാം. ഓക്കെ, കമാൺ വാഷ് ചെയ്യാം. ഫസ്റ്റ് പൈപ്പ് തുറന്നിട്ട് ഗൈസ് ഫൈനലി ഞാൻ റിമൂവ് ചെയ്തു. എൻ്റെ ഫേസ് പാക്ക് റിമൂവ് ചെയ്ത് വന്നു. അപ്പം ഇതാണ് റിസൾട്ട്. നല്ലുണ്ട് അല്ലേ? അപ്പോൾ ഏകദേശം എൻ്റെ ടാനൊക്കെ ഒന്ന് കുറഞ്ഞു പോലെ തോന്നുന്നുണ്ട്. സ്കിന്നൊന്ന് ഗ്ലോ ആയപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഒരു തണുപ്പൊക്കെ ഫേസിന്. അപ്പം നല്ല റിസൾട്ട് ഉണ്ട് തോന്നുന്നു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇപ്പോൾ ഡേ 1 ആയിട്ടുള്ളൂ. അപ്പം നമ്മളിനി 5 or 6 ഡേയ്സ് കൂടെ അല്ലേ. അപ്പോൾ അതുകൂടെ കവർ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ആവും, അടിപൊളിയും. അപ്പോൾ പെരുന്നാൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു ഇപ്പം തന്നെ ഏകദേശം ഫേസ്. നമുക്ക് പെരുന്നാളായാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പാക്ക് ട്രൈ ചെയ്യാം, അതിൻ്റെ വേറൊരു പാക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്ത് നമുക്ക് സെറ്റപ്പ് ആവാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും എനിക്ക് ഈ ഒരു നിമിഷം പറയുള്ളൂ. അങ്ങനെ ഇത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ ലിബാം ഇട്ടുണ്ട്. നമ്മൾ ലിപ് സ്ക്രബ് യൂസ് ചെയ്തതിന് ശേഷം ലിബാം ഇടാൻ മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാതെ ബൈ.